ഹായ് നമസ്കാരം, ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് ചിക്കനിൽ കരിക്കിട്ട് വെക്കാൻ പോവാണ് കേട്ടോ. അതിനായിട്ട് ഒരു കരിക്കിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 1.5 കിലോ ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് അതൊന്ന് വാരി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് വെക്കാം. നമുക്ക് കരിക്ക് ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കണം. ചിക്കനും കരിക്കും കൂടിയാണ് ഒന്നിച്ചാണ് വേവിക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഒരു കുക്കറിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ആദ്യം കുക്കറിലേക്ക് ചിക്കൻ നല്ലതുപോലെ കഴുകി വാരിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായി നുറുക്കിയ കരിക്കും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 6 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമുക്കൊന്ന് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ട് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. എന്നിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഒരു 2 ഇടത്തരം സവാള അരിഞ്ഞതും ചേർത്ത് പിന്നെ ഒരു തുടം വെളുത്തുള്ളി അതും നല്ലതുപോലെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം കൂടി വഴറ്റിയതിന് ശേഷം നമുക്ക് ഒരു തക്കാളി അതിനകത്തേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി അരിഞ്ഞത് വഴറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കറി മസാല പൗഡർ എല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ട് നമുക്കിവിടെ അപ്പോൾ ചിക്കൻ പിന്നെ കരിക്കും കൂടിയുള്ളത് വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ടിത് നമുക്കൊന്ന് വഴറ്റി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് പറ്റാവുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ.